ആ എന്താടാ ഇതെന്താ? അത് തന്നെ. നീ എന്തിനാ തിരിച്ചു വാങ്ങിയത്? വാങ്ങിയതല്ല, തന്നതാ. നിക്ക്, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ? നിന്നെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? വാ. നോക്ക്, ഏലിയാസ്. ഏലിയാസേ, ചന്ദ്രു. ഏലിയാസേ, വന്നപ്പോഴേ വിശക്കുന്നു എന്ന് പറഞ്ഞു, അതാ ചോറ് കൊടുത്തത്. ജുവനൽ ഹോമിൽ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഏലിയാസ്, അല്ലേടാ? പറഞ്ഞു. ചന്ദ്രു, നീ പോയി ഡ്രസ് മാറും, അവൻ കഴിച്ചിട്ട് വരും. ശരിടാ. ഏലിയാസ്, നീ കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണം. ഞാൻ ചോദിക്കുന്നതിന് സത്യമായി മറുപടി പറയണം. പറയാം. നമ്മൾ തമ്മിലുള്ള ഈ അഭിമുഖ സംഭാഷണത്തിന്റെ കാര്യം ചന്ദ്രനോട് പറയാൻ പാടില്ല. ഇല്ല. ജുവനൈൽ ഹോമിൽ വെച്ച് ചന്ദ്രുവും നീയും യാദൃച്ഛികമായി പരിചയപ്പെട്ടു, കമ്പനിയായി. പിന്നീട് തമ്മിൽ പിരിഞ്ഞു, അത്രയും ഓക്കെ. പക്ഷേ ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ആരാണ്? ഞാൻ തനിയെ വന്നത്. മറ്റാരുടെ സഹായമില്ലാതെയോ? ചന്ദ്രു ഇവിടുത്തെ അഡ്രസ് തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ചോദിച്ചും പറഞ്ഞും ഞാനിങ്ങ് വന്നു. എന്തിനു വന്നു? ചന്ദ്രു പറഞ്ഞതാ, ജുവനൈൽ ഹോമിൽ നിന്ന് ഇറങ്ങിയാലുടൻ ഇവിടെ വരണമെന്ന്. എന്ത് കാര്യത്തിന്? കാണാൻ. കണ്ടിട്ട്? കണ്ടിട്ട് പിന്നൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ നിനക്ക് ബന്ധുക്കളായി ആരുമില്ലേ? ഇല്ല. വീടോ? ചന്ദ്രുവിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? അത് നിനക്കറിയാമോ ചന്ദ്രുവിന് ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്ന്? ആരൊക്കെ ഉണ്ടായാലും ചന്ദ്രുവിനോട് സ്നേഹമുള്ള ഒരാളെ ഉള്ളെന്ന് എനിക്കറിയാം. അവനും ആ ഒരാളോടെ സ്നേഹമുള്ളൂ. അതാരാ? ആരാണെന്ന് പറയൂ. ചന്ദ്രുവിന്റെ സ്വന്തം ഫ്രണ്ടല്ലേ? നിനക്കും എന്നെ ആന്റിയമ്മൂമാന്ന് വിളിക്കാം. ചന്ദ്രു ഇവിടെ പലരുടെയും കണ്ണിലെ കരട. ഈ വീട്ടിൽ മാത്രമല്ല, പുറത്തുള്ള ബന്ധുക്കളും അവന്റെ ശത്രുക്കളാ. അവരുടെ ആരുടെയെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്താണ് നീ വന്നിട്ടുള്ളതെങ്കിൽ ഏലിയാസേ, കളി വേറെയാവും, പറഞ്ഞേക്കാം. ദൈവദോഷം പറയില്ല ആന്റിയമ്മ, കർത്താവാണ് സത്യം. ഞാൻ ചന്ദ്രുവിന്റെ ബോഡി ഗാർഡായിരുന്നു. അവനൊരു പോറല് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രുവിന്റെ ഇപ്പോഴത്തെ സ്വഭാവം മാറ്റി അവനെ ഞാനൊരു നല്ല പയ്യനാക്കും. അതെന്റെ വാശി. അത് ഞാൻ സാധിച്ചെടുക്കും ആന്റിയമ്മ. അത് മാത്രം നടക്കില്ല. അവനെ മാത്രമല്ല, നിന്നെ ഞാൻ നമ്പർ 1 കുഴപ്പക്കാരനാക്കും. സെൻട്രൽ ജയിൽ വരെ എത്തിക്കുകയും ചെയ്യും. എന്താ? നല്ല പയ്യൻ, ഗുഡ് ബോയ്, അങ്ങനെ തന്നെ വേണം. സണ്ണി ഡയമണ്ട്സ്